ലെബനാനിൽ നടന്ന പേജർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നിലപാട് നിർണായകമാവുകയാണ്. യുദ്ധത്തിന് സാധ്യമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഇസ്രായേൽ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ലെബനാനുമായി കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമുണ്ടായത് എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മാപ്പില്ലാത്ത കുറ്റമാണ് ഇസ്രായേൽ ചെയ്തത് എന്ന തരത്തിലുള്ള പരാമർശമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലെബനാന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട്, ലെബനാന് നേരെ നടന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രതികരിച്ചത്. പിന്നീട് അതിനുശേഷം ഇറാന്റേതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നതും ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന സമയോചിതമായ രീതിയിൽ പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ സ്ഥിതിവിശേഷം അതിസങ്കീർണമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പേജർ സ്ഫോടനം, അതേപോലെ തന്നെ വാക്ക് ടോക്കി സ്ഫോടനം, ഇതോടനുബന്ധിച്ച് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ദുരന്തങ്ങളോ ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ സംശയിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. ഇതിനോടനുബന്ധിച്ച് പേജർ നിർമ്മിക്കുന്ന കമ്പനിയെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോരോ കമ്പനികളും ഓരോരോ രാജ്യങ്ങളും തങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിർമ്മാതാക്കളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അറിഞ്ഞിടത്തോളം ഒരു ലോക്കൽ കമ്പനിയാണ് നിർമ്മിച്ചത്. അതിൽ ഇസ്രായേൽ എന്താണ് പങ്കാളിത്തം എന്നതിനെ കുറിച്ചുള്ള വിവരമില്ല. ഈ ഒരു 6 മാസം അല്ലെ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 40,000-ത്തിലധികം പേജറുകൾ എങ്കിലും ലെബനാനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും ഇത് മുഴുവനും അവരുടെ സൈനിക മേഖലയിൽ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ കൈവശത്തിലാണോ എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും രൂപം കിട്ടിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും യുദ്ധ അവസ്ഥകളും ഒക്കെ വല്ലാത്ത രീതിയിൽ ഭീകരമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മുഖ്യ ശത്രു ഇസ്രായേലാണ് എന്ന് പലകുറി പറഞ്ഞതാണ്. അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നേതൃത്വ നിരയിൽ തന്നെ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഖാലിദ് സുലൈമാനിയെ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ചാണ് രൂക്ഷമായിരിക്കുന്ന ശത്രുതാ മനോഭാവം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് ഖാലിദ് സുലൈമാനി എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ മുതിർന്ന സൈനിക കമാൻഡറെയാണ് കൊലപ്പെടുത്തിയത്. അത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോലും യോഗ്യനായിരിക്കുന്ന വ്യക്തി എന്ന് അവർ വിളിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു ഖാലിദ് സുലൈമാനി. വല്ലാതൊന്നും വൈകാതെ അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനായിരുന്ന ഫക്രിസാദെ കൊലപ്പെടുത്തിയത്. അത് ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടുന്ന അതേ വേഗത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ്, അതായത് പ്രകാശ വേഗത്തിന്റെ 4 മടങ്ങ് എന്നൊക്കെ പറയുന്നു, അത്രയും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ഒരു ദുരന്തമുണ്ടാക്കിയത്. അത് കൃത്യമായ രീതിയിൽ മുഖം വ്യക്തമാവുന്ന തരത്തിൽ അദ്ദേഹം ഭാര്യയും സഞ്ചരിച്ച വാഹനത്തിൽ അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്നതാണ് അതിനോടനുബന്ധിച്ച് നടന്നേക്കുന്നത്. അതും ഇറാനിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. പിന്നീടാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഖനിയെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല. ഖാലിദ് സുലൈമാനിയുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു പരിധിവരെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അതിൽ അമേരിക്കയുടെ സൈനികരും ഇൻവോൾവ് ആയിരുന്നു. 2 കൂട്ടരും സംയുക്തമായ രീതിയിലായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്ന് മാത്രമല്ല, ഇതിന്റെ ലൈവായിരിക്കുന്ന റെക്കോർഡിംഗ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ട്രംപായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അപ്പോൾ ഓൺലൈൻ വഴി ഈ സംഭവം നടക്കുന്നത് തനിക്ക് കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളതും ഇവർ കാണിച്ചു കൊടുത്തു എന്നും അതിനോടനുബന്ധിച്ച റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഹമാസ് നേതാവിന്റെ കൊല എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ അവരുടെ അതിഥിയായി എത്തിയിരിക്കുന്ന വ്യക്തിയെ തന്ത്രപരമായ രീതിയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോംവഴികൾ ഉപയോഗിച്ചോ കൃത്യവും വ്യക്തവുമായ രീതിയിൽ സ്ഥലവും സ്ഥാനവും കിടക്കുന്ന റൂമുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ആഘാതമുണ്ടായതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, ഇസ്മായിൽ ഖനിയെ കൊല്ലപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത്. ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ദുരന്തത്തിലാണ് കൊല്ലപ്പെട്ടത്. എങ്കിലും അതിനോടനുബന്ധിച്ച് തന്നെ മുഹൂർത്തമായതുകൊണ്ട് അസർബൈജാനിൽ നിന്ന് തിരിച്ചു വരുന്നതിനോടനുബന്ധിച്ചാണ് ആ ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അതോടനുബന്ധിച്ച് വലിയ സംശയങ്ങളും അത് ജനിപ്പിച്ച കാര്യമാണ്. 3 ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നു, 1 ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുന്നു, മറ്റ് 2 ഹെലികോപ്റ്റർ സുരക്ഷിതമായ രീതിയിൽ ഇറാനിൽ ഇറങ്ങുന്നു.
അസർബൈജാനിൽ നിന്ന് വല്ലാതൊന്നും ദൂരം സഞ്ചരിക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്, തകർന്നു വീണു എന്നുള്ളതാണ് ആ സമയത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇസ്രായേലോ അല്ലെങ്കിൽ മൊസാദോ അമേരിക്കയോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ വലിയ അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. ഇറാൻ ഏറ്റവും ഒടുവിൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിലും അങ്ങനെ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഹെലികോപ്റ്റർ മുഴുവനും പരിശോധിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയൊരു ആശങ്ക ഒഴിഞ്ഞത്. തുർക്കിയുടെ നേതൃത്വത്തിലും റഷ്യയുടെ നേതൃത്വത്തിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിലൊന്നും ഏതെങ്കിലും ബാഹ്യശക്തികൾ ഇതിനു വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു തെളിവും അവർക്ക് ലഭിച്ചിട്ടില്ല. അതോടുകൂടി ഒരു വലിയ ദുരന്തവും വലിയൊരു യുദ്ധവും അവിടെ ഒഴിഞ്ഞു എന്ന് തന്നെ സമാധാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വല്ലാതൊന്നും വൈകാതെ തന്നെ ഹമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അതോടനുബന്ധിച്ച് അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള ഖമേനി യുദ്ധപ്രഖ്യാപനം ഇസ്രായേലുമായിട്ട് നടത്തണം എന്ന് തീരുമാനിക്കുകയും അത് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് സൈനികർ പറയുകയും ചെയ്ത വലിയൊരു വിഷയം അവിടെ നിലനിന്നു. ഈ യുദ്ധം തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത തങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക അത് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങളും യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഈ ആയുധ കപ്പലുകളും മെഡിറ്ററേനിയൻ തീരവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ അമേരിക്ക അയക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്ക അയച്ചതോടുകൂടി യുദ്ധത്തിന് തയ്യാറാണ്, അല്ലെ സന്നദ്ധരാണ്, അതല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ തങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണ് യുദ്ധം നടത്തുക, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിവരം തരാം എന്നാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും അമേരിക്കയുടെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതും ലോകത്തിനറിയാവുന്നതാണ്. അതിന്റെ കാര്യമെന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ നടത്തുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയോ ബ്രിട്ടനോ സാധിച്ചിട്ടില്ല. ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 11ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചു. അവരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് അന്താരാഷ്ട്ര മേഖലയിൽ ഇത്തരം ചെറിയ ചെറിയ സൈനിക വിഭാഗങ്ങൾ കാട്ടിക്കൂട്ടുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടും സാധിക്കാതെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇറാന്റെ നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായത്. ഇത് വല്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇറാൻ നേർക്കുനേരെ ഈ യുദ്ധം നടത്തി കഴിഞ്ഞാൽ അതിനെ അമേരിക്കക്ക് വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന്റെ കാര്യം 1-2 കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുകയോ തങ്ങളുടെ ആയുധങ്ങളോ സംവിധാനത്തെയോ പ്രതിരോധിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ രാജ്യത്തെ തങ്ങൾ ശത്രുരാജ്യമായിട്ട് കണ്ടുകൊണ്ട് അവർക്കെതിരെയും തങ്ങൾ യുദ്ധം നയിക്കും എന്നൊരു പ്രഖ്യാപനം ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് തന്നെ ഇറാൻ പറഞ്ഞതാണ്. പറയുന്ന കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ അറബ് രാജ്യങ്ങളിൽ മുഴുവനും അവർക്ക് താവളങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ആയുധപ്പുരകളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ മുൻപുണ്ടായി എന്ന് പറയുന്നത് അത് ഇറാഖ് യുദ്ധത്തിലാണ്. ഇറാഖ് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാഖിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ അറബ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചത്. സൗദി അറേബ്യയും കുവൈത്തും ഖത്തറും ഒമാനും ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറാഖിനെ ആക്രമിച്ചത്. അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ തന്നെ ഇറാഖിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്കയെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങൾ ആ രാജ്യത്തിലെ സൈനിക മേഖലകൾക്ക് നേരെ ഉണ്ടാവും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ പ്രതിസന്ധിയായി. ഇത് ഏത് തരത്തിലാണ് അവസാനിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ചിന്തകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്യം കാണാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ജോർദാൻ തന്നെ ഈ അടുത്ത് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി. ഇസ്രായേലിന്റെ എല്ലാ നിലപാടിനോടും തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല, ലെബനാനിൽ നടത്തിയിരിക്കുന്ന ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു അനുചിതമായി പോയി, അതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരം ഒരു ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനം ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചുകൊണ്ട് സാധാരണക്കാരെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇസ്രായേലാണ് നടത്തിയതെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്ന് ഈ സഖ്യകക്ഷിയായിരിക്കുന്ന ജോർദാൻ പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ഇസ്രായേൽ ഈ പ്രദേശത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയയിലുണ്ടായിരുന്ന ഇറാന്റെ എംബസി തകർത്തതുമായി ബന്ധപ്പെട്ട് 300ഓളം മിസൈലുകളും റോക്കറ്റുമാണ് ഇസ്രായേലിലേക്ക് പറത്തുക. അതിൽ 100ഓളം മിസൈലിനെ പ്രതിരോധിച്ചത് ജോർദാന്റെ അതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈന്യമാണ്. അതിന് ഇറാൻ പറഞ്ഞ മറുപടി ഇത്തരം ഒരു സംഭവങ്ങൾക്ക് ഒരു ആവർത്തനം ജോർദാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോർദാൻ തങ്ങളുടെ ശത്രു രാജ്യമായിട്ട് കണ്ട് ജോർദാനെയും ആക്രമിക്കുമെന്ന തരത്തിലാണ്.
ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലൊക്കെ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇസ്രായേലും അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. ഇറാനിലെ ഇസ്രായേലിലേക്ക് ഏകദേശം 2000 കിലോമീറ്ററോളം വൈദൂരമുണ്ട്. അത്രയും വൈദൂരം മറ്റൊരു രാജ്യത്തിന്റെ ആകാശത്തിലൂടെ കടന്ന് മാത്രമേ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കൂ. ഒന്നുകിൽ സിറിയ, അല്ലെങ്കിൽ ഈജിപ്ത്, അല്ലെങ്കിൽ ജോർദാന്, ഈ ഭാഗങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം, ഈ ലബനാനെ സംബന്ധിച്ചിടത്തോളം, ലബനാനും അതിർത്തിയായിട്ട് പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് സിറിയയും ലബനാനും ഇറാന് 100% സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഈജിപ്തും ജോർദാനും ഏറെക്കുറെ ഇസ്രായേലിനും അമേരിക്കക്കും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് ഏത് തരത്തിലാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാന്റെ നിലപാട് വളരെ നിർണായകമാവുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ഭരണാധികാരികളുമായിട്ട് ഇറാന്റെ നേതാക്കൾ സംസാരിച്ചു എന്ന് പ്രാദേശിക ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പരിവേഷമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ ഒന്നുകൂടി മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ടോ, വലിയൊരു യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് ലോകം ഭയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ നിർമ്മിത കമ്പനികളുടെ ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ഈ ലബനാന്റെ ഭാഗങ്ങളിൽ ഉള്ളത് എന്നുള്ളതും, അതോടനുബന്ധിച്ച് തന്നെ ലബനാനെ പിന്തുണക്കുന്ന പ്രദേശത്ത്, അത് യമനാണെങ്കിലും അത് സിറിയ ആണെങ്കിലും ആ പ്രദേശത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ്. ഓരോന്നും കൃത്യമായ രീതിയിൽ ഈ ശ്രദ്ധയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റൂ. ആന്തരികമായ രീതിയിൽ ഇത് ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആന്തരികപരമായ രീതിയിൽ അതിലെങ്കിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാന്റെ നിർണായകമായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, നിലപാടുകൾ, സമീപനങ്ങൾ, രീതികളൊക്കെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ വലിയ നിർണായകമാണ്. അപ്പോൾ യുദ്ധമുഖത്ത് നിന്ന് ഇപ്പോഴും അവരാരും മാറിപ്പോവുകയോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും സഹായത്തോടു കൂടി തന്നെയാണ് ഇറാൻ ഇവർക്ക് പിന്തുണ നൽകിയത്. തങ്ങൾ ലബനാന് പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല, തുർക്കി, ഇറാൻ, സിറിയ എന്നീ രാജ്യങ്ങൾ അവർക്ക് ആരോഗ്യ സംബന്ധമായിരിക്കുന്ന എല്ലാ വിഷയവും വാഗ്ദാനം ചെയ്യുന്നു. ഈ മരുന്ന് സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഏത് തരത്തിലുള്ള സഹായം തീർച്ചയായിട്ടും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ നൽകാമെന്നും യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞു. തുർക്കി പറഞ്ഞു, ഇറാൻ പറഞ്ഞു, സിറിയ പറഞ്ഞു. 3 രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് സഹായങ്ങളൊക്കെ അവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത്തെ വിഷയം, ഈ വാക്ക് ടോക്കി പൊട്ടിത്തെറിച്ച ഒരു വിഷയങ്ങൾ ഇതിന്റെ മുമ്പേ ഇതിന് പേജറിന് ശേഷം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജർ മാത്രമല്ല, വാക്ക് ടോക്കി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറയുന്ന കാര്യം 20ഓളം ആളുകൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും 100-ലധികം ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ളതും, ചില ആശുപത്രിയിലൊക്കെ ഇപ്പോൾ രോഗികളെ കൊണ്ട് അല്ലെ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. അത് ഇറാന്റെ അംബാസഡർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നൊക്കെ ആദ്യ ഘട്ടത്തിൽ റിപ്പോർട്ട് വന്നിരുന്നു. പിന്നീട് അതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഏതായിരുന്നാലും ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭരണാധികാരികൾ തീർച്ചയായിട്ടും വലിയ തിരിച്ചടികൾക്ക് തയ്യാറാവുകയാണ് എന്നുള്ളതും ഇറാന്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നതാണ്. ഇറാൻ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നും അന്താരാഷ്ട്ര മീഡിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്.